മലയാളി വിഷുവാഘോഷത്തിനൊരുങ്ങിയതോടെ വിഷുവിപണിയും സജീവമായി. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചുള്ള വിൽപ്പന വിഷുവിപണിയിൽ ഇല്ലെന്ന വ്യാപാരികൾ പറയുന്നു. പകൽച്ചൂടും പല സാധനങ്ങൾക്കുമുള്ള വിലവർധനവടക്കം ഇത്തവണത്തെ വിഷുവിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ആകും വിധം വിഷു കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. നാടും നഗരവും വിഷു ആഘോഷത്തിലേക്ക് കടന്നതോടെ വിഷുവിപണിയും സജീവമായി. ജില്ലയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വിഷുവിപണി ഉണർന്നിട്ടുണ്ട്. വിഷുദിനത്തിൽ കണിയൊരുക്കുന്നതിനും സദ്യവട്ടത്തിനായുമൊക്കെയുള്ള സാധനസാമഗ്രികളും പച്ചക്കറികളുമൊക്കെ വാങ്ങുന്നതിനുള്ള തിരക്കിലാണ് മലയാളികൾ. എല്ലാ പ്രാവശ്യത്തെക്കാളും വിഷു ഈ കടുത്ത വെയിലായതുകൊണ്ട് ഭയങ്കര കച്ചവടത്തിൽ വളരെ കുറവാണ്. ആളുകൾക്കും മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കച്ചവടത്തെ ഭയങ്കര ബാധിക്കുവാണ്. ഞങ്ങൾ ഒരു കച്ചവടങ്ങളും മുന്നോട്ട് പോകില്ല. ഭയങ്കര കുറവിലാണ് കച്ചവടം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭയങ്കര വെയിലാണ്. ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളുടെയും കൊന്നപ്പൂവിന്റെയുമൊക്കെ വഴിയോര വിൽപ്പന വിഷു തലേന്ന് സജീവമായി. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള വിൽപ്പന വിഷുവിപണിയിലില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഉയർന്ന പകൽ ചൂടും പല സാധനങ്ങൾക്കുമുള്ള വില വർധനവടക്കം ഇത്തവണത്തെ വിഷുവിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. യുദ്ധസാഹചര്യം മൂലം രൂപം കൊണ്ട പാചകവാതകക്ഷാമവും വിഷുവിപണിയിലെ മാന്ദ്യത്തിന് കാരണമായിട്ടുണ്ട്. എങ്കിലും ആകും വിധം വിഷു കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. സിറ്റി വിഷൻ, അടിമാലി.